വേലക്കാരന്റെ കാര്യമാണെങ്കിൽ ഞാൻ നോക്കണുണ്ട്. അല്ലെങ്കിലും എന്തിനാണ് ഇവിടെ വേറെ വേലക്കാരി? ജമീല, നീ എന്നോട് ക്ഷമിക്ക്, ശരിയാക്കാം. പിന്നെ എന്ത് പൂതി? അന്റെ എന്ത് പൂതിയും ഈ അബ്ദുൽ ഖാദർ സാഹിബ് സാധിച്ചു. സ്വർണ്ണമാല, പട്ടുസാരി, അതോ കാട്ടിൽ പോയി സിംഹത്തിന്റെ രവം പറിച്ചെടുത്ത് മോതിട്ടുണ്ടാക്കി. പൂവമ്പഴോ? അനക്ക് ഒന്നല്ല, ഒരു കൊല പൂവമ്പഴം വാങ്ങി തരുന്ന. മറക്കേ, ഇവിടത്തെ അങ്ങാടിയില്ലെങ്കിൽ അങ്ങ് പഴയ കാക്കരയിലെ അങ്ങാടിയിൽ പോയിട്ടാണെങ്കിലും കൊണ്ടുതരും. വാതിലൊക്കെ മലർത്തിയിട്ടാണല്ലോ കിടക്കണേ. ജമീല, ജമീല, എവിടെയും കിട്ടാനില്ലായിരുന്നു. ഇവിടത്തെ അങ്ങാടിയിൽ എവിടെയില്ല. എന്നിട്ട് അപ്പുറത്തെ അങ്ങാടിയിൽ പോയിട്ടാകുമ്പോ അവിടെയില്ല. പിന്നെ ഞാൻ തോണിക്കാണ് പോയത്. പിന്നെ ഇങ്ങോട്ട് വരാൻ നോക്കുമ്പോ തോണിക്കാരൻ തിരിച്ചു പോയി. പിന്നെ ഒറ്റക്കാണെന്ന് കരുതിയാൽ നീന്തി പോന്നു. നല്ല ഒഴുക്കുണ്ടായിരുന്നു, കുറെ ബുദ്ധിമുട്ടി. പക്ഷെ നമ്മള് പൊതിനെ കൈവിട്ടില്ലട്ടാ, കഴിച്ചോളി. ഓറഞ്ച് പൂവമ്പഴത്തേക്കാൾ നല്ലതാ. ജമീല, അങ്ങനെ പറഞ്ഞല്ലേ, ഞാൻ കഷ്ടപ്പെട്ടോണ്ടല്ലേ. ജമീല, ഇത് കഴിക്ക്. പൂവമ്പഴത്തേക്കാൾ ഇരട്ടി വിലയും ഇരട്ടി വിറ്റാമിനും ഉണ്ട് ഇതില്. മഹാറാണി ഇവിടുന്ന് വന്ന് ഇവിടെ വാടി നോക്കേ. അങ്ങനെയൊക്കെ തോന്നി വിളിച്ചതടി. എന്താ പ്രിയപ്പെട്ട സഹാമേ, ജീവിതം യൗവന തീഷ്ണവും ഹൃദയം പ്രേമസുരഭിലവുമായിരിക്കുന്ന ഈ അസുലഭ കാലഘട്ടത്തെ എൻ്റെ പ്രിയ സുഹൃത്ത് എങ്ങനെ വിനിയോഗിക്കുന്നു? ഞാനാണെങ്കിൽ എൻ്റെ ജീവിതത്തിലെ നിമിഷങ്ങൾ ഓരോന്നും സാറാമയോടുള്ള പ്രേമത്തിൽ കഴിയുകയാണ്. സാറാമയോട് ഗാഠമായി ചിന്തിച്ച് മധുരോദാരമായ ഒരു മറുപടിയാൽ എന്നെ അനുഗ്രഹിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് സാറാമയുടെ കേശവൻ നായർ. ഓ, ഈ എഴുത്ത് ഞാൻ ഉദ്ദേശിച്ചതിലും വളരെ നന്നായിരിക്കുന്നു. അല്ല, ഈ എഴുത്ത് കൊടുത്താൽ സാറാമ്മ വായിക്കുമോ? മറുപടി തരുമോ? കളിയാക്കുന്ന സ്വഭാവകാരി.
വലിയ കൊമ്പനാന പുന്നാരാണേ. ഇവള് പാത്രേ ഇവള് കല്യാണം കഴിഞ്ഞിട്ട് വേണം എനിക്കൊന്ന് അച്ഛൻ പോവാറ്. ഇവള് കല്യാണത്തിലുള്ള നമ്മുടെ ഇവളെ കല്യാണം ഇവിടെ ആനക്കാരുടെ താമസിക്കുന്നോടെ പഞ്ചവർണ്ണ പൈങ്കിളിയിൽ പങ്ക് തന്നുള്ളോടെ പങ്ക് തന്നുള്ളോടെ പോയിനാവ് വന്ന് പോയി തരുന്നുണ്ട് പൂക്കളിൽ റാണിയായി കൂട്ടുനിൽക്കുന്നോടെ കൂട്ടുനിൽക്കുന്നോടെ കാത്തിരുന്ന് കാൽ വരിച്ചു പോ